ഒറ്റ ഞായറാഴ്ച ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന എട്ടാമിട തിരുനാളും ഈ തീർത്ഥകേന്ദ്രത്തിൻ്റെ സവിശേഷതകളിലൊന്നാണ്. തിരുനാൾ ദിനങ്ങളിൽ രാപ്പകൽ ഭേദമന്യേ വിവിധ കമ്മിറ്റികളിൽ സേവനം ചെയ്യേണ്ടി വന്നവരും വീട്ടിലെത്തുന്ന അതിഥികളുടെ ആധിക്യത്താൽ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാകാതെ വലഞ്ഞവരുമടക്കമുള്ള ഇടവക ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് എട്ടാമിട തിരുനാൾ ഇതര ദേവാലയങ്ങളിൽ നിന്ന് ഭിന്നമായി കേമമായി ആഘോഷിക്കുന്ന പതിവിന് തീർത്ഥകേന്ദ്രത്തിൽ തുടക്കം കുറിച്ചത്. എന്നാൽ ഇന്ന് വലിയ തിരുനാളിൽ സംബന്ധിക്കാൻ കഴിയാതെ പോയ നൂറുകണക്കിന് ഭക്തജനങ്ങളും കുടുംബസമേതം എത്തുന്ന ഇടവക അംഗങ്ങൾക്കൊപ്പം എട്ടാമിട തിരുനാൾ ആഘോഷിച്ച് സംതൃപ്തരാകുന്നു. വലിയ തിരുനാളിന്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയായ എട്ടാമിടം വലിയ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് തീർത്ഥകേന്ദ്രത്തിൽ ആഘോഷിക്കപ്പെടുക. അന്നേ ദിവസം രാവിലെ 10 മണിക്കുള്ള ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ശേഷമാണ് ഭണ്ഡാരം തുറക്കൽ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. വലിയ തിരുനാളിന് പള്ളി മണ്ഡപത്തിലെ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെടുന്ന നേർച്ചക്കാഴ്ചകൾ വികാരിയച്ഛന്റെയും ട്രസ്റ്റിമാരുടെയും ഇടവകാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഭണ്ഡാരം തുറന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുന്നു. ഈ ഭണ്ഡാരം തുറക്കൽ ശുശ്രൂഷയോടെയാണ് ഒരു വർഷത്തെ തിരുനാൾ ആഘോഷ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകുന്നത്. പിന്നെ അടുത്ത തിരുനാളിനായുള്ള പ്രാർത്ഥനകളും കാത്തിരിപ്പുമാണ് പാവറട്ടിക്കാർക്ക്. ഒരു വട്ടം കൂടി നമ്മുടെ പാവറട്ടിപ്പള്ളിയിലെത്തി പുണ്യാളനെ കണ്ടുമടങ്ങും പെരുന്നാൾ കൂടണ്ടേ. പരിപാവന പാദം തേടി 10,000 അണയും നേരം അതിലൊരു മൺതരിയായി ഞാൻ